വരച്ച ചിത്രങ്ങൾക്കൊപ്പോ സ്റ്റോറിയിലോ മറ്റോ എന്തെങ്കിലും ക്യാപ്ഷനായിട്ട് എഴുതിയിടുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എഴുതുന്നുണ്ടല്ലോ അതിലും കൂടെ ഫോക്കസ് ചെയ്തൂടെ, പബ്ലിഷ് ചെയ്തൂടെ എന്ന്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് മാത്രമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കണം അങ്ങനെ ചോദിക്കുന്നുണ്ടാവുന്നത്. കാരണം വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എഴുത്ത് മാത്രമായിരുന്നു എൻ്റെ ഒരു മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2018 ഇത് പബ്ലിഷ് ചെയ്തത്. കനൽക്കുപ്പായം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിൽ ഞാൻ എൻ്റെ ടീനേജിലും കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എഴുതിയ കുറച്ച് വരികളാണ്. അങ്ങനെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകമൊന്നും അല്ലെങ്കിൽ പോലും ഈ പുസ്തകം എനിക്ക് എൻ്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് എടുക്കുന്ന ഒന്നാണ്. ഞാൻ വിചാരിക്കുന്ന ഇടയ്ക്കൊക്കെ ഈ പുസ്തകത്തിൽ നിന്നും കുറച്ച് വരികൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുക, നിങ്ങളെ കേൾപ്പിക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഈ പുസ്തകത്തിലുള്ളത് മാത്രമല്ല, പബ്ലിഷ് ചെയ്തതും പബ്ലിഷ് ചെയ്യാത്തതുമായ എൻ്റെ വരികൾ വായിക്കുക, നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ പുസ്തകം ഞാൻ സമർപ്പിച്ചിട്ടുള്ളത് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച ഹിന്ദി ടീച്ചറായിരുന്ന ജോബ്രീന ടീച്ചർക്ക് വേണ്ടിയിട്ടാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഒരിക്കൽ. മുൻപ് പറഞ്ഞതുപോലെ വളരെ ചെറുപ്പത്തിൽ എഴുതിയ വരികളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഷ, അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഐഡിയകൾ, അതിൻ്റെ ഫീലിങ്സ് എല്ലാം ഇപ്പോഴത്തേതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇത് എൻ്റെ തന്നെ അടയാളങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിനെ അത്രയും സ്നേഹത്തോടുകൂടി തന്നെ കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഞാനിതിൽ ഒരു കവിത വായിക്കാം. വിഷക്കായ എന്നത് വെറും വിളിപ്പേരായിരുന്നുവെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഉച്ചബെല്ലിന് മുൻപേ ഓടിയൊളിക്കാമായിരുന്നു ഓർമ്മകളിൽ നിന്നും. വിഷക്കായ എന്നത് വെറും വിളിപ്പേരായിരുന്നുവെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഉച്ചബെല്ലിന് മുൻപേ ഓടിയൊളിക്കാമായിരുന്നു ഓർമ്മകളിൽ നിന്നും. മറ്റൊരെണ്ണം കൂടെ വായിക്കാം. ഉള്ളു കാളിയെങ്കിലും നേരെ നിന്ന് പുല്ലും, പതറാതെ ഇടറാതെ നട്ടെല്ല് വളയാതെ. ഉള്ളു കാളിയെങ്കിലും നേരെ നിന്ന് പുല്ലും, പതറാതെ ഇടറാതെ നട്ടെല്ല് വളയാതെ. ഉരുകുന്ന നെഞ്ചിലെ ചൂട് കരുത്തായി പുറത്തേക്കൊഴുകി. അരിയാൻ വരുന്നവൻ്റെ ഉള്ളിലുമുണ്ട് ഭയം. അരമുള്ള പുല്ലിൻ്റെ അരികു കൊണ്ടാലും മുറിയും.